നമുക്കൊരു കുറവുമില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ ചില കുറവുകൾ ദൈവം അനുവദിച്ചു തരുന്നത്. സ്നേഹപൂർവം അച്ഛൻ ആവർത്തിക്കട്ടെ, നമുക്ക് നിത്യതയിൽ ഒരു കുറവുമില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ ചില കുറവുകൾ ഈശോ നമുക്ക് അനുവദിച്ചു തരുന്നത്. കൈയടിച്ച് നന്ദി പറയാം. അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ നിരന്തരമായ രോഗപീഠകളായിരുന്നു. എന്തിനു വേണ്ടിയാണ്? നിത്യതയിൽ അവൾക്ക് കുറവില്ലാതിരിക്കാൻ. അവൾ നിത്യതയിലിരുന്ന് നമുക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോ ആ മധ്യസ്ഥത്തിൽ ശക്തിക്ക് കുറവില്ലാതിരിക്കാൻ വേണ്ടി ഈശോ അമ്മ ത്രേസ്യയെ രോഗത്തിന്റെ വഴികളിലൂടെ നടത്തിക്കൊണ്ടുപോയി. അമ്മ ത്രേസ്യ എഴുതിയതുപോലെ രോഗമില്ലാത്തൊരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായതായി എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈ ഭൂമിയിൽ അമ്മ ത്രേസ്യക്ക് കുറവുണ്ടായത് നിത്യതയിൽ കുറവില്ലാതിരിക്കാൻ വേണ്ടിയാണ്. അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തിനെങ്കിലും കുറവുണ്ടെങ്കിൽ, എന്തിനെങ്കിലും കുറവുണ്ടോ? ഉണ്ട്, പലതിനും കുറവുണ്ട്. ആ കുറവുകളെ ഇങ്ങനെ കാണാൻ പഠിക്കണം. ഈ കുറവിനെ എന്റെ ദൈവം എനിക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത്, എന്റെ നല്ല ഇടയനായ ദൈവം എനിക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത് നിത്യതയിൽ എനിക്ക് കുറവില്ലാതിരിക്കാൻ വേണ്ടിയാണ്. ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ. എത്രമാത്രം ആശ്വാസം തരുന്നൊരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുറവുകളുടെ ലിസ്റ്റ് എടുത്താൽ തീരില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി 25 വയസ്സ്, അവള് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇതുവരെ എനിക്ക് പ്രായമായിട്ടില്ലെന്നോ. അച്ഛന് കാര്യം പെട്ടെന്ന് മനസ്സിലായി. ചിന്തിക്കേണ്ട വന്നു. 25 വയസ്സായ കുട്ടിക്ക് വയസ്സായിട്ടില്ല, മെച്ചുവേർഡ് ആയിട്ടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാം. 25 വയസ്സായിട്ടും അവൾക്ക് പീരീഡ്സ് ആയിട്ടില്ല. കുറവാണ്. അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു മകള് 18ാമത്തെ വയസ്സിൽ പീരീഡ്സ് ആവാതിരുന്നപ്പോ സ്കാൻ ചെയ്യാൻ പോയതാണ്. അവൾക്ക്, പെൺകുട്ടിയാണ്, സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വന്നിട്ട് ഡോക്ടർ ഇങ്ങനെ മിഴിച്ചിരിക്കുകയാണ്. അവൾക്ക് യൂട്രസ് ഇല്ല, ഓവറി ഇല്ല. ഈ അപ്പനും അമ്മയും കൂടെ വന്നിട്ട് സ്കാൻ റിപ്പോർട്ടുണ്ട്, അവൾ പുറത്തിരിക്കുകയാണ്. അച്ഛൻ എന്ത് ചെയ്യണോ? അച്ഛൻ എന്ത് പറയണം? ശരിയാവോന്ന് പറയണോ? ഇപ്പൊ യൂട്രസ് ഇല്ലെങ്കിൽ